വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വൺ ഡേ ഫുൾ വീഡിയോ ഫുൾ വ്ളോഗ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാൻ പല്ലൊക്കെ തേച്ച് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നു, കുളിച്ചു, എല്ലാം പുറം കഴുകിയതേ ഉള്ളൂ. ഭയങ്കര വെയിലാണ് ഇവിടെ, സണ്ണാണ്, സമ്മർ സീസണാണ്, അതുകൊണ്ടാണ് സണ്ണായത്. നമുക്കപ്പോൾ ഞങ്ങളപ്പോൾ വെളിയിൽ നിന്ന് കളിക്കാൻ ഇത്തിരി നേരം വെളിയിൽ നിന്ന് കളിക്കുന്നുണ്ട്. വീട്ടിൽ കൊച്ചുങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിയിൽ നിന്ന് കളിക്കുന്നത് ഒറ്റയ്ക്ക്. നമുക്ക് വെളിയിൽ പോവാം. കണ്ടല്ലോ, അതാണ് എൻ്റെ സ്കൂട്ടർ. ദിസ് ഈസ് മൈ സ്കൂട്ടർ. ഇതാണ് കഥ. മെയിൻ ഡോറ് ഈ സൈഡാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് മെയിൻ കഥ, ഈ വണ്ടി ഇരിക്കുന്നതിൻ്റെ അത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് 48 എൻ്റെ വീടിൻ്റെ നമ്പർ, ഹാവർ റോഡ്. ഇത് അടുക്കള വശമാണ്, പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഗൈസ് കണ്ടല്ലോ, ഞാൻ തളർന്നു പോയി, അതുകൊണ്ട് ഇത്തിരി നേരം ഇവിടെ കയറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഗൈസ് കണ്ടല്ലോ, ഞാൻ ഇത്തിരി കയറി ഇരിക്കുന്നുണ്ട്, അല്ലാതെ പറ്റത്തില്ല. സോ കണ്ടല്ലോ, ചുമ്മാ കയറിയിരുന്നതിനെ ഞാൻ പിടിച്ചു കാണിച്ചു ഗൈസ്. അപ്പം ഞാൻ ഇതെന്ന് പറയുന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഗൈസ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നമുക്കൊരു വ്ളോഗ് ഇടുന്നത്. അതിൻ്റെ അടുത്ത് ആരും വന്ന് ഒളിഞ്ഞ് നോക്കിയിട്ട് പോയി ഗൈസ്. ആരുമില്ല, ഞാൻ തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ് കണ്ടല്ലോ, ഞാൻ എൻ്റെ അപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടല്ലോ. അങ്ങനെ ചുമ്മാ ഇരുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കമ്പെടുത്ത് കിടന്നത്. നിങ്ങൾക്ക് കാണാം, ഹായ് തോക്ക് പോലെ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട് ഇവിടെ പുതിൽ വെച്ച് കൂടുതൽ. കാരണം ഇത് കാണാനില്ലായിരുന്നു, പിന്നെ ഇപ്പം കളിക്കാനായിട്ട് കാണാനില്ല, പിന്നെ ഇത് ഞാൻ കളിക്കാറുമില്ല. അപ്പോൾ കഴിഞ്ഞ് നോക്കിയേ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് ഇനിയും വീഡിയോ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കുക ഗൈസ്. അപ്പം ഞാനാണല്ലോ നമ്മുടെ എന്താ പറയുക, എൻ്റെ പണ്ടത്തെ തോക്ക് അവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ നിങ്ങളെ എൻ്റെ പരിസരം കാണിക്കാനായിട്ട് കൊണ്ടുപോകാം. പറഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ റോഡ് കഥവല്ല, എന്താ പറയുക, അടുക്കള ചെയ്തുള്ള കഥവാണ്. നമുക്ക് ഇങ്ങോട്ട് പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഈ റോഡെത്തും. ഇങ്ങോട്ടാണ് ആ റോഡ്. അങ്ങോട്ട് പോയാൽ പാർക്കാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം, സൂം ചെയ്ത്. ഒരു വണ്ടി വരുന്നുണ്ടോ? പിന്നെ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ കാണിച്ചു തരാം. കണ്ടില്ല ഗൈസ്, ഇത് ഞങ്ങളുടെ വണ്ടി വെച്ച് ഇവിടെ പോകും. കണ്ടില്ല, ഞാൻ അങ്ങറ്റും പോയാൽ ആൾക്കാർ നടക്കുന്നത് നമുക്ക് കാണാം. അകത്ത് കയറാൻ പോകുന്നു വെയിൽ. ഗൈസ്, ഇന്ന് എൻ്റെ ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് ഞാൻ പതിയെ കാണിച്ചു തരാം. അതാണ് ഞങ്ങളുടെ ഒരു ഗസ്റ്റ്. ഞാൻ വേണമെങ്കിൽ സൂമാക്കി തരാം. നല്ല ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു രാവിലെ ഒരു വീഡിയോ. ഇനി ഞാനെന്ന് പറയുന്നത് ചുമ്മാ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് എൻ്റേത്. അതുകൊണ്ട് എനിക്ക് അതിനൊരു കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഞാൻ അടുക്കള വശത്ത് കളി ആക്കിയെന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക, പ്രശ്നമായി. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് കളിക്കാൻ പാടില്ല എന്നും പറഞ്ഞ്, അതുകൊണ്ടാണ് ഗൈസ്. അതായത് ഇതെടുത്തിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ എന്താ പറയുക കമ്പൗണ്ടിനകത്ത് എടുത്തിട്ടു. അടുക്കള വശത്തിൻ്റെ ദൂരെ പോവും. ഓപ്പൺ ആൻഡ് പുട്ട്. എനിക്ക് അവിടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണിച്ചത്. ആർക്ക് പറഞ്ഞൂടെ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് പതിയെ എസ്കേപ്പ് ആവാം. എല്ലാവരും കാണിച്ചു തന്നല്ലോ ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ നമുക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില വീഡിയോയിലും. അതുകൊണ്ടാണ് എല്ലാ അച്ഛനും മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കാണാം. കാരണം എൻ്റെ അമ്മ ജോലിക്ക് പോയി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. സോ ഞങ്ങളുടെ തിരിക്കട്ടെ ഗൈസ്. നല്ല വെയിൽ. എൻ്റെ സൈക്കിൾ എങ്ങോട്ട് വാ ഗൈസ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കളിക്കായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് എന്ന് സൈക്കിൾ ഓട്ടിക്കൊണ്ട് വയ്യ, എന്തെങ്കിലും വേറെ ചെയ്യണം. നാട്ടിലാകുമ്പോൾ ഞാൻ കുറേ എന്താ പറയുക മണ്ണിൽ വരെ കളിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒന്നും അങ്ങനെ എല്ലാം പോയി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പാർക്കിൽ പോകും. അത് ചിലപ്പോൾ മേബി അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്. വെയിൽ ആ ഭാഗത്ത് താഴുമ്പോൾ ഈ ഭാഗത്ത് താഴത്തില്ല.
അതുകൊണ്ടാണ് കണ്ടല്ലോ എല്ലാ ആൾക്കാരും ഇങ്ങനെ പോകുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ റോഡാണ് ഞങ്ങളുടെ റോഡ്. UK യിലുള്ളവർക്ക് അറിയാം ഹാരോ റോഡ്, ഈസ്റ്റ് ഡാം ഹാരോ റോഡ് KFCൻ്റെ അടുത്താണ്. ഈസ്റ്റ് ഡാം KFC ഇല്ലേ, അതിൻ്റെ അടുത്താണ് ഹാരോ റോഡ്. 48 ആണ് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ്. എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരിക, UK യിലുള്ളവർ. അല്ലാത്തവരും വരാം, ഞാൻ ഒന്നും പറഞ്ഞില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വേറെ വീഡിയോ ഇടുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ഇനി കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചീട്ട് കളി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓടണം. ഒരാൾ മതി ഇതിൽ കളിക്കാനായിട്ട്. വേറെ ആൾക്കാർ വേണമെന്നില്ല, വേണ്ട ചെയ്യുകയും ചെയ്യാം. ഇത് ഒരാൾ ഓടുമ്പോൾ നമ്മൾ തന്നെ ഓരോ ഇല പറക്കി ഓടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് എത്ര ഇലയെന്നുണ്ട് എന്നെ നോക്കിയിട്ട് കൂടുതൽ ഇലയാണെങ്കിൽ നമ്മൾ അത്ര ഇലയുണ്ട് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഓടണം. ഓക്കെ, കുറച്ച് ഇലയാണെങ്കിൽ എന്താ പറയുക, ഒരു കണക്ക് വെക്കും ഒരാളെ. ഇപ്പോൾ ഒരു 50 ആണെങ്കിൽ ആ 50 എനിക്ക് കിട്ടണം വരെ ഞാൻ വെയിറ്റ് ചെയ്യും. സോ ഇതാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയണം. നമുക്ക് ഇതാണ് ഞങ്ങളുടെ ചീട്ട് കളി കോട്ട് എന്ന് പറയുന്ന ഒരു ഗെയിം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ കാണാത്തൊരു വഴിയുണ്ട്, നമുക്കപ്പോൾ അത് നോക്കിയിട്ട് വരാം. കണ്ടോ, ആ ചേച്ചിയൊക്കെ ഇതിൽ പോകുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ ബട്ട് ഐ ക്യാൻ ട്രൈ ഹൗ സ്ലോ. ശരിക്കും സ്കേറിയായിരുന്നു, എനിക്ക് പേടി വരുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു വഴി പ്രത്യേകതയുണ്ട്, അത് ഫ്ലാറ്റിൻ്റെ വഴിയാണ്. ഈ സ്പീഡ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീടിനടുത്ത് ഒരു 1.5 മണിക്കൂറുണ്ട് ഇവിടെ വരണത് കൊണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്തത് കൊണ്ടാണ്, അൺകട്ട് വീഡിയോ എന്നാണ്. ബട്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വിളിക്കാം. അവിടെ വീടത്തൊക്കെ എത്തി ഗായ്സ്. എൻ്റെ കൈ ഒരു മിനിറ്റ്, ഒരു 1.5 മണിക്കൂർ അത്രേ ഉള്ളൂ. അല്ല ഗൈസ്, അമ്മ നമുക്ക് നമ്മുടെ മറ്റേ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ചീട്ട് കളി. ഓക്കെ അല്ലേ? 3, 2, 1 ഗോ. 15 അഞ്ചിൻ്റെ കണക്ക്. ഗായ്സ്, അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇലകൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 15 ഇല എടുക്കണമെന്നില്ല, നമുക്കിങ്ങനെ എണ്ണി നോക്കാം. 1, 2, 5, 6, 7, 10, 14 ആൻഡ് 15. അതുകൊണ്ട് എനിക്ക് അടിയൊന്നും വേണ്ട. പിന്നെ ഞാൻ എന്താ പറയുക, കഴിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇഡ്ഡലിയും നല്ലൊരു എന്താ പറയുക ചമ്മന്തിയുണ്ട്. നമുക്കത് കഴിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി. മണി സമയം 2:59. ഇനിയെന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും 2 മണിയായി കഴിഞ്ഞു, 3 മണിയായി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഒന്ന് കഴിക്കട്ടെ. 4 മണി 5 മണി 6 മണി ആകുമ്പോഴേക്ക് ഇതാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വില്ലാത്തി കയറി എന്തെങ്കിലും കഴിക്കാം. ഞാൻ ആരുടെ മനസ്സിലില്ല, ഞാൻ വീഡിയോ എടുക്കുന്നവരും മിണ്ടല്ലേ. ഞാൻ വീഡിയോ എടുക്കാത്ത പോലെ അഭിനയിച്ചാണ് പോകുന്നത്. പ്ലീസ് കണ്ടല്ലോ. അപ്പോൾ മുകളിൽ പോകുന്ന റൂമിൽ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലീസിനെ വെച്ചാൽ ചിലപ്പോൾ ഫാമിലിയിൽ സംസാരിക്കുന്നുണ്ടാവും. മിണ്ടല്ലേ, മമ്മിയാണ് പോകേണ്ടത്. TV കാണുന്നുണ്ട്, കുഞ്ചു എണീറ്റിരിപ്പുണ്ട്. 2 ഇഡ്ഡലി എടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു തരുന്നു. എന്നെ അനിയത്തി കൊടുത്തിട്ട് എൻ്റെ അച്ഛനാണ് കൂടെ എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്ത് കഴിക്കുന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയാണ് നിങ്ങൾ കണ്ട് കാണും. എൻ്റെ അനിയത്തി കൊടുക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ എരി കഴിക്കത്തില്ലെങ്കിൽ അവർ അച്ഛൻ പറഞ്ഞ് മനസ്സാര ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞു. കഴിക്കണം. ഒരു 10 മിനിറ്റ് കണക്കെ ആകുമ്പോൾ, കാരണം ഇത് വൈകുന്നേരമായി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, 5 മണിയായി. 5 മണി കഴിഞ്ഞു. സോ ഇപ്പോൾ 6 മണിയാവാറായി. എന്താ പറയുക, വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എത്രയോ അതാണ് വേണ്ട. ഹായ് പറയും. ബാ കോപ്പിക്കാറ്റാണ്, എന്ത് പറഞ്ഞാലും കോപ്പി ചെയ്യും. കണ്ടല്ലോ, നമുക്ക് ആഹാരം കൊടുക്കുന്ന ഒരു ബിഗ് ടാസ്ക് ഇൻ ദ വേൾഡാണ്
ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും എന്തൊക്കെ ടാസ്ക്കാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ബാബ ഓടി ബാ കുഞ്ചൂസ്. കൊത്തിന് ആഹാരം കൊടുക്കുന്നത് എനിക്കൊരു പതിവാണെങ്കിലും പക്ഷെ ചില ടൈമിൽ അവൾക്ക് നല്ല ഹാർഡാണ്, അവൾക്ക് വിശക്കത്തില്ല. അല്ലെങ്കിൽ ഇതാണ്ട് നോക്ക് ചേച്ചി ഇങ്ങനെ കാക്കയ്ക്ക് കൊടുക്കുന്നാണ്ട്. കാക്ക വായിൽ വെച്ച് കുഞ്ചൂസ്. ഓടി വാ, കാക്ക വരുന്നു. അതുകൊണ്ട് മാനത്ത് പറന്ന് വരുന്നു. ഓടി വാ മാ, കാക്ക വന്നോണ്ടിരിക്കുന്നു. ബാ ഓടി വാ. കാക്ക ഇപ്പം കടിക്കും. അയ്യോ അതിൻ്റെ കുഞ്ചൂസിനുള്ളതാണ്, ഞാൻ തരത്തില്ല. പറ അങ്ങനെ എങ്ങനെ ഒരു വീഡിയോ അവളെ കഴിപ്പിക്കുന്നു. ഇത്രയും ഇഡ്ഡലി കഴിപ്പിക്കണം, അതാണ് എനിക്കൊരു പേടി ഇത്രയും കഴിക്കുമെന്ന്. ബട്ട് ഐ വിൽ ഈറ്റ് ഞാൻ അല്ലെങ്കിൽ നോക്കട്ടെ കുഞ്ചേ കാക്ക കഴിക്കാൻ വരുന്നു. അയ്യോ കുഞ്ചേ അവിടെ വരുന്നുണ്ടോ? അവൾ കഴിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര ഹാഫ് ഇഡ്ഡലി ആയതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, എനിക്കിന്ന് കാണാനാണ്. പറഞ്ഞേ എനിക്ക് കാക്ക വരുന്നു കണ്ട, കാക്ക കഴിക്കാൻ വന്നു. കുഞ്ചൂസ് ഇവിടെ വിളിച്ചു കൊടുത്തു ഞാൻ. കുഞ്ചൂസ് കാക്ക കഴിക്കാൻ വന്നു കണ്ടാ, കാക്ക കഴിക്കാൻ വന്നു. അമ്മ കാക്ക കഴിക്കാൻ വന്നു. അമ്മ കുഞ്ചൂസേ, അമ്മ കാക്ക കഴിക്കാൻ വന്നു. ഓടി വാ. അയ്യോ കാക്ക കഴിച്ചിട്ട്. ഓക്കെ വേണ്ട അത്രയും മതി. അത്രയും തുപ്പിയാ സാരില്ല, കൊടുക്കല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞില്ല ഒരു വിസിറ്റർ വന്നിട്ടുണ്ട്. വാ, ഇതാണ് വിസിറ്റർ. വിസിറ്റർ ജെനിയാണ് ഈ ആൻറ്റിയുടെ പേര്. പട്ടുകുട്ടി ചല്ലക്കുട്ടി. ചിലപ്പോൾ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കും. എനിക്ക് അങ്ങനെ ഒരു ഇഡ്ഡലി അവളെ കഴിപ്പിക്കുന്നുണ്ട്. எங்கே போகிற? வீட்டுக்கு. வீட்டுக்கு போகிறேன். 4 மணிக்கு இங்கே இல்லை. கூப்பிட்டாங்க வீட்டில் പോരാ ഗൈസ്. അപ്പോൾ ആൻറ്റിയുടെ വീട് തന്നെയാണ്, പക്ഷേ ആൻറ്റി തമിഴാണ്, മലയാളമല്ല. ഓക്കെ ബൈ. സോ ഗൈസ് അപ്പോൾ ഇതാണ് മൈ വിസിറ്റർ എബർ മൈൻഡ്. ആൻറ്റിയുടെ വീട്ടിൽ ആരെ വിളിച്ചു, അതുകൊണ്ടാണ് പുറത്തേക്ക്. അല്ലെങ്കിൽ 4 മണി വരെ ഇവർ വിളിക്കും. ലക്കി ആയിരുന്നേ, നോട്ട് ലക്കി നൗ. അയ്യോ എനിക്ക് കൊടുക്കണമല്ലോ. ഇത് ഒരു ബിഗ് ടാസ്ക് ഇൻ ദ വേൾഡാണ്. ഇവക്ക് ആഹാരം കൊടുക്കുന്നത്. ആഹാരമല്ല, ആഹാരം. എന്താ പറയുക, കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ടാസ്ക്കാണ് കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. സ്വാഭാവികം. ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക പ്ലേ ഗ്രൗണ്ട്. ബാക്ക് സൈഡാണ് ഇത് ഞങ്ങളുടെ. അപ്പുറത്ത് കുറച്ച് വേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ പോകാറില്ല. സോമയും ആണെങ്കിൽ അല്ലെങ്കിൽ കാക്ക വരും. കാക്ക അങ്ങോട്ട് പോ. മറ്റേ ചേട്ടന്മാർ ഇങ്ങനെ പിടിച്ചു വയ്ക്കും. പോന്നില്ലേ? പ്രീതം വരും, കടിച്ചിട്ട് പോവും. കേസ് എല്ലായിടയ്ക്കും ഞാനും ഒരു വായൊക്കെ വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ അതിന് വീഡിയോ കാണിക്കാത്തതാണ്, കാരണം ഐ ലവ് ഇഡ്ഡലി ചമ്മന്തി. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കൊച്ചിൻ്റെ ആഹാരത്തിൽ ഞാൻ കഴിക്കുന്നത് എന്നാ ഗൈസ്. ജസ്റ്റ് കുറേ ടേസ്റ്റ്. നിങ്ങളും പലവരും ഇങ്ങനെ ആയിരിക്കാം, സ്വാഭാവികം. പിഞ്ചു കാക്ക എന്താ എടുത്തോ. കാക്ക എടുത്തോ. എനിക്ക് കാക്ക കൊടുക്കട്ടാ, ഞാൻ കൊടുക്കട്ടാ. അയ്യോ എടുത്തോ. ഒന്ന് കഴിപ്പിച്ചു ഗൈസ്. ഇത്രയുണ്ട്. കറി അവൾക്ക് പോകത്തില്ല. കഴിയുമ്പത്തെ ഞാൻ ഇവിടെ അതാണ്ട
വച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ കഴിച്ചോ, അല്ലെങ്കിൽ വേണ്ട പൊക്കോ. നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കോ, അല്ലെങ്കിൽ വേണ്ട പൊക്കോ. നിനക്ക് ചേച്ചീനെ അപ്പം ഇഷ്ടമല്ലല്ലേ? ചേച്ചിനപ്പം നിനക്ക് ഒട്ടും ഇഷ്ടമല്ല. ചേച്ചിൻ്റെ ഡാഡിനെ തന്നെ അവിടെ കിട്ടും. കളിക്കണം എങ്കിൽ കഴിച്ചുകൾ കഴിക്കാറ് നോക്കിയിട്ടുണ്ട്. ഡാഡി എന്നെ ആടെയും പാർക്കി കൊണ്ടുപോകൂല. എന്ത് ചെയ്തിട്ട് കഴിക്കുന്നില്ല. ഒറ്റക്കണ്ട ഇത് കഴിക്കില്ലെങ്കിൽ ഡാഡി പറഞ്ഞ് നമ്മള് പാർക്കിൽ പോകത്തില്ല. ആ നോക്കിട്ട് വായിൽ ഇറക്കിയ എങ്ങനെയെങ്കിലും ഇവിടെ വെള്ളം വേണോ? വെള്ളം കേട്ടോ, കുടിക്ക് വെള്ളം. അയ്യോ വെള്ളം വന്നില്ല. അപ്പോൾ നമുക്ക് മാജിക് കാണിക്കട്ടാ ചേച്ചി. വെള്ളം കഴിക്കൂ. ഓക്കെയാണോ? കഴിക്ക്. ഒരു വിധത്തിൽ കഴിക്കുന്നില്ല. പിന്നെ വിചാരിച്ചോളൂ ഫസ്റ്റ് വെള്ളം കുടിപ്പിച്ചെങ്ങനെ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോയി വെള്ളം എടുത്തിട്ട് നിങ്ങളിവിടെ നോക്കിക്കോട്ടോ. അങ്ങനെയല്ലോ ഞാൻ വാട്ടർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയതാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. സോ ഡോണ്ട് റിമൈൻഡ് മീ ദാറ്റ്. അച്ഛൻ പറഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്താൽ പിള്ളേർ എന്താ പറയുക, പഞ്ചസാര കഴിച്ച് ശീലിച്ചു പോകും. സോ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ദാറ്റ്സ് എ ബെറ്റർ വേ മേ ബി. ചിലപ്പോൾ പാർക്ക് വരെ പോകുന്ന വീഡിയോ ഇല്ല. പാർക്ക് അച്ഛനെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പാർക്കിൽ പോകുന്ന വീഡിയോ ഇല്ല, പാർക്കിൽ പോകുന്നില്ല. കാരണം അച്ഛൻ എന്താ പറയുക, ചെറിയ പണിയുണ്ട്. നാളെ മസ്റ്റായിട്ട് പോകും. അപ്പോൾ വീഡിയോ ഇടാം. കണ്ടോ ഉണ്ട ഇങ്ങനെ. നിങ്ങൾ ഒരു ഉണ്ട സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മമ്മൂക്കേൻ്റെ ആരെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞാൽ. നോക്കട്ടെ വേറെ നോക്കട്ടെ. ശ്വാസം വിട് കൊച്ചു നോക്ക. അതേ ഞാൻ നല്ല വെള്ളത്തിൽ ഇടുക. കണ്ട നിന്റെ വെള്ളം ഇടുന്നേ, നിന്റെ വെള്ളത്തിൽ ഇട്ടും ആഹാരം കഴിച്ചില്ല ഇങ്ങനെ ഇട്ടും കണ്ട കണ്ട കണ്ട. എങ്കിൽ ഒരു പിടി കഴി. ഒന്ന് മതി ഒറ്റ ഒന്ന് മതി. പൂച്ച അലനായി കേട്ട് ചുമ്മാ അത് ഇട്ടില്ല. ടീച്ചർ അത് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നീ കഴിക്കണം. അയ്യോ കഴിക്കുന്നില്ല. ഇനി നമ്മുടെ പ്ലാൻ ബിയോ എയോ പ്രവചിച്ചിട്ട് ഒരു കാര്യമില്ല. ബിഗ് ഐഡിയ ഉണ്ട്. വെള്ളത്തിലിട്ട് കൊടുത്ത് അവളായി കുടിക്കും. നമുക്ക് ഞാൻ ഗ്ലാസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തിടിച്ചാ ഓണോ വെള്ളം കുടിച്ചോ. കഴിച്ചതല്ലേ വെള്ളം കുടിച്ചോ. കുടിക്കുക അത്രയും കുടിക്കും. പ്ലാൻ സി സക്സസ്ഫുള്ളായി. ഞാൻ വേണമെങ്കിൽ കാണിച്ചില്ല. കുടിക്കുന്നുണ്ട്. കുടിക്ക് അത്രയും കുടിക്കണം. വരുന്നുണ്ട് അവിടെ. ഞാൻ വിചാരിച്ചു അത്രയും കുടിക്കത്തില്ല. അത്രയും കുടിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് പറയും. ഒരു ട്രിക്ക് എടുത്താണ്. ഞാൻ പോയി പ്ലേറ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നോട്ടെ. വെയിറ്റ്. വെള്ളം കുടിക്കും. കഴിച്ചതല്ലേ വെള്ളം കുടിക്കും. ചേച്ചി വെള്ളം കുടിച്ചു.
ഈ പ്ലേറ്റും കഴിക്കുക എല്ലാം കഴിക്കണല്ലോ നമ്മുടെ പാനിൽ കണ്ടല്ലോ. എന്താ കടിക്ക് അല്ലെങ്കിൽ ഞാൻ ഡാഡി അടുത്ത് പറയും നല്ല ജ്യൂസാണ് ചേച്ചി പിടിക്കട്ടെ. അല്ലെങ്കിൽ ചേച്ചി ഞാൻ കുടിക്കുന്നില്ല. കൊള്ളാം. കുഞ്ചൂസ് പകുതി കുടിച്ചാൽ ചേച്ചി ഫുൾ കുടിക്കും. നീ ഫുൾ കുടിച്ചാൽ ചേച്ചി ഒന്നും കുടിക്കത്തില്ല. എന്താ കുടിച്ചോ? ഫുൾ കുടിക്കണം അല്ലെങ്കിൽ ചേച്ചി കുടിക്കും. ചന്തം വിട്ടിരിപ്പുണ്ട് കണ്ടത്. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ബൈ.